കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഞങ്ങൾക്കേറെ സന്തോഷം പകരുന്നതും ഞങ്ങൾക്കേറെ ആത്മവിശ്വാസം ഇരട്ടിപ്പിക്കുന്നതും ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്കിടയിലുണ്ടായിരുന്ന കളകളെ ഓരോന്നിനെയും അവർ പറിച്ചെടുത്ത് സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ഇന്ന് പാലക്കാട് ജില്ലക്കകത്താണ് നമ്മളെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലക്കകത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ സംബന്ധിച്ച് അവരുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ കാലയളവിൽ ഇത്രമേൽ ആഹ്ലാദത്തോടെ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തൊരു കാലം ഉണ്ടാവില്ല. കാരണം ഏറ്റവും വലിയ പാലക്കാട് ജില്ലയിലെ ഇടതുപക്ഷത്തിനകത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കളയെ, ഏറ്റവും വലിയൊരു വേസ്റ്റിനെ അവർ കൊണ്ടുപോയി സ്വന്തം കൂടാരത്തിൽ ഞങ്ങൾ എടുത്ത് വെളിയിട്ടാണ്, ഞങ്ങൾ പറിച്ച് അയാളെ പോക്കറ്റിലെടുത്ത് വെച്ചിരിക്കുന്ന അനുഭവമാണ് പാലക്കാട്ടെ കോൺഗ്രസിന്റെ അനുഭവം. അത് വഴിയേ അറിഞ്ഞോളൂ. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, പി കെ ശശിക്ക് ക്ലീൻ ചീറ്റ് കൊടുത്തതാരാ? ഞാൻ പറഞ്ഞു, പി കെ ശശിക്ക് ക്ലീൻ ചീറ്റ് കൊടുത്തതാരാ? പി കെ ശശിക്കെതിരെയുള്ള പരാതി കൊടുത്തതാരാ? എവിടെയാണ് കൊടുത്തത്? അവർ പറയട്ടെ. അവരെന്താ എന്ത് ചീട്ടാണ് കൊടുത്തു പറയട്ടെ. അതല്ല ഉദ്ദേശം. ഇന്നലെ വരെ ആർഷോ ശശിയേട്ടന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ആർഷോക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ ഇന്നലെ വരെ മണ്ണാർക്കാട്ടുള്ള CPM-ന്റെ നേതാക്കന്മാര് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പേര് പറയുന്ന നേതാവ്, യൂത്ത് കോൺഗ്രസ്സുകാരൊന്നും ഞങ്ങളുടെ ശശിയണ്ണനെ പറയാനായിട്ടില്ല, കയ്യും കാലും മുറിച്ച് വീട്ടിലാക്കുമെന്ന് പറഞ്ഞ ആളുകൾ തന്നെയല്ലേ? അല്ലേ? എന്താ സംശയം ഉണ്ട് അക്കാര്യത്തിൽ? ആരാണ് ക്ലീൻ ചീറ്റ്? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ?